80കളിലും 90കളിലും ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ആക്ഷേപങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുത്തുവാക്കുകൾ എല്ലാം ഏറ്റുവാങ്ങിയവരാണ് ഞാനൊക്കെ. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരാശയവും നടപ്പിലാവില്ല, ഭാരതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം യാഥാർത്ഥ്യമാകുന്ന അവസരത്തിൽ അതിനോട് യോജിച്ചു പോകുവാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ. ഞങ്ങള് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാലാണ്, അല്ലാതെ ആശയപരമായിട്ടുള്ള കാരണങ്ങളാലല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കും. ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ ഭാരതത്തിലെ ജനങ്ങള് ഇന്ന് തയ്യാറായിരിക്കുകയാണ്. ഭാരതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആശയങ്ങൾ, അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു ചിന്തകൻ അദ്ദേഹം ഇരുന്ന് ചിന്തിച്ച് പുതിയതായിട്ട് കണ്ടുപിടിച്ച ആശയങ്ങളല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ. ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആ ക്രമങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ. അതിന്റെ അകത്ത് നമ്മുടെ സംസ്കാരമുണ്ട്, നമ്മുടെ ആശയങ്ങളുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെട്ട ആശയങ്ങൾ. അതിന് രൂപം കൊടുത്തത് ദീൻദയാൽ ഉപാധ്യായ ഏകാത്മ മാനവ ദർശനം എന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ പ്രായോഗിക രൂപമാണ് ഇന്ന് നാം കാണുന്നത്. അന്ത്യോദയ എന്ന് പറയും. ദീൻദയാൽജി 50കളിലും 60കളിലും ഗ്രാമങ്ങളിൽ ചെല്ലുന്ന സമയത്ത്, ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെല്ലുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അവർ സ്വീകരിക്കും. ആശയങ്ങൾ സംസാരിക്കുന്ന അവസരത്തിൽ അറിയാമല്ലോ, ആശയം സംവദിക്കുന്ന അവസരത്തിൽ ഭാഷയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ടാകും. സാധാരണക്കാരന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ഈ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടവനാരാണ് എന്നാണ് ആ ചോദ്യം. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ കൂടിയിരിക്കുന്നവരൊരാളുടെ പേര് പറയും. ദീൻദയാൽജി സംസാരം തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷം സംസാരമെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു അഭ്യർത്ഥന വെക്കും. നിങ്ങൾ പറഞ്ഞ ആ പാവപ്പെട്ടവന്റെ വീട്ടിൽ നമുക്കൊന്ന് പോകണം. അവരെല്ലാവരും കൂടി ദീൻദയാൽജി അവിടെ കൊണ്ടുപോകും. അവിടെ ചെല്ലുന്ന അവസരത്തില് മറയില്ലാത്ത വീട്, മേൽക്കൂര ചോർന്നൊലിക്കുന്നതായിരിക്കും. ആവശ്യത്തിന് തണുപ്പിന് ആവശ്യമായിട്ടുള്ള വസ്ത്രമുണ്ടാവില്ല. ഒരു നേരമായിരിക്കും ആ വീട്ടിലുള്ളത് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടാവില്ല. പ്രായമായവര് അസുഖമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ എവിടെയോ ചുരുണ്ടുകൂടി കിടപ്പുണ്ടാകും. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ദീൻദയാൽജി അവരോട് പറയുമായിരുന്നു, ഞാൻ 3 മാസം കഴിയുമ്പോൾ വരും. അപ്പോൾ നിങ്ങള് ഈ മനുഷ്യന് മറയുള്ള വീടുണ്ടാക്കി കൊടുക്കണം, തണുപ്പും അതുപോലെ തന്നെ ചൂടുമേക്കാത്ത വീടുണ്ടാക്കി കൊടുക്കണം. ഈ മനുഷ്യന്റെ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം, ആവശ്യത്തിന് വസ്ത്രം കൊടുക്കണം, 3 നേരം ഭക്ഷണം കൊടുക്കണം. അത് നിങ്ങളുടെ കർത്തവ്യമാണ്, സമൂഹത്തിന്റെ കർത്തവ്യമാണ്. അപ്പൊ കൂടിയവർക്ക് മനസ്സിലായി എന്താണ് അന്ത്യോദയ എന്നുള്ളത്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ആശയമാണ് അന്ത്യോദയ. അതാണിന്ന് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീടില്ലാത്തവരെ 7 ലക്ഷം
എന്നാണ് 2014 കേരളത്തിലെ സർക്കാർ പറഞ്ഞത്. നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ PMAYയുടെ അടിസ്ഥാനത്തിൽ 7 ലക്ഷത്തിന് നടപ്പിലാക്കാൻ വേണ്ടി അനുമതി കൊടുത്തു. കേരളത്തിലെ സർക്കാർ എന്താണ് ചെയ്തത്? അവരതിനെ പേര് മാറ്റി, വക മാറ്റി, ലൈഫ് എന്ന പേര് കൊടുത്തു. സ്വാഗതം, കുഴപ്പമില്ല. അതിനാണല്ലോ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പരിപാടികൾ നടപ്പിലാക്കാൻ സാധിക്കും, ആരും എതിർത്തില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി കണക്ക് പറഞ്ഞു 2.5 ലക്ഷം വീടുകൾ പണിത് കഴിഞ്ഞു വന്നു. ഇപ്പോൾ അദ്ദേഹം യാത്ര നടത്തിയ അവസരത്തില് അദ്ദേഹം പറയുന്നു 2.5 ലക്ഷം വീടുകൾ. മാത്രമല്ല അദ്ദേഹം പറയുന്നു കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല എന്ന്. കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. 4 കോടി വീടുകളാണ് ഭാരതത്തില് മറ്റു സംസ്ഥാനങ്ങളില് പണിതത്. 4 കോടി. എന്തേ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തത്? അത് സ്വപ്ന സുരേഷിനെ പോലെയുള്ളവരോട്, ശിവശങ്കറിനെ പോലെയുള്ളവരോട് ചോദിച്ചാൽ മതി. ആ അഴിമതിയുടെ ശിക്ഷ കോടതി വിധിക്കുക തന്നെ ചെയ്യും. ജയിലിലായിരുന്നു പലരും ജാമ്യമെടുത്തിട്ടുണ്ട്. ആ ഭവനരഹിതർക്ക് വീട് കൊടുക്കുവാനുള്ള പദ്ധതി ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഭാരതത്തിൽ നടപ്പിലാക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് തൊട്ടുമുമ്പ് 3 വർഷ കാലഘട്ടം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ചുമതല തന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പോകണം. PMAYയില് ആ ജില്ലയിൽ 25% കൂടുതൽ ന്യൂനപക്ഷങ്ങളാണ് എങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ, സിഖുകാരനാണെങ്കിൽ ആ ജില്ലയിൽ നിർബന്ധമായിട്ടും 15% വീടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് മാറ്റിവെച്ചുവെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, കർണാടകത്തിൽ പോയിട്ടുണ്ട്, ആന്ധ്രയിൽ പോയിട്ടുണ്ട്, UPയിൽ പോയിട്ടുണ്ട്. അവിടെയെല്ലാം ടാർഗറ്റ് അവർ നേരത്തെ പൂർത്തിയാക്കിയിട്ട് ചോദിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് വേണം എന്ന് ചോദിക്കുകയായിരുന്നു. ഇവിടെ 7 ലക്ഷം വീടുകൾക്ക് 2024 മാർച്ച് മാസം 31-ാം തീയതി അത് പൂർത്തിയാക്കുന്നതിനുള്ള ടാർഗറ്റ് കൊടുത്തിട്ട് ഇന്ന് വരെയും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് 2.5 ലക്ഷമെന്നാണ്. അതിനിടയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലൈഫും പോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലൈഫ് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. MT വാസുദേവൻ നായർ വിരൽ ചൂണ്ടിയത് അങ്ങോട്ടാണ്, ആ ആശയത്തിലേക്കാണ്. മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വിപ്ലവത്തെ പറ്റിയാണ്, റഷ്യയെ പറ്റിയാണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പറ്റിയാണ്. സ്തുതി പാടനം അത് പാടില്ല എന്നാണ് പറഞ്ഞത്. സ്തുതി പാടുമ്പോൾ ഭരണാധികാരികള് അത് കണ്ട് രോമാഞ്ചപ്പെടരുത് എന്നാണ് പറഞ്ഞത്. കേരളം ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ മുഖ്യമന്ത്രിയെ വേദിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തങ്ങള് ഒരു പുകഴ്ത്തുപാട്ടിന്റെ ആളല്ലേ എന്ന് ചോദിച്ചപ്പോഴ് പറയാൻ ഇവിടെ മറുപടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലൈഫും പോയിരിക്കുന്നു. അപ്പൊ വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്. അത് നടപ്പിലാക്കുന്നതിൽ ഇവിടെ പരാജയപ്പെട്ടു. പിന്നെ എന്താണ്? വീട് വന്നു കഴിഞ്ഞാൽ വെളിച്ചം വേണ്ടേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പാവപ്പെട്ടവരുടെ വീടുകൾ വൈദ്യുതീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആരുടെ പദ്ധതിയാണ്? സൗഭാഗ്യ പദ്ധതി. എങ്ങനെയാണത്? ആ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്ര പോസ്റ്റ് വേണോ അതിനുള്ള പൈസ നരേന്ദ്രമോദിയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ കൊടുക്കും. ആ കണക്ഷൻ വയറിന്റെ പൈസ, മീറ്ററിന്റെ പൈസ
4 പോയിന്റുകള് അത് വയറിംഗ് ചെയ്യുന്നതിനുള്ള പൈസ, ബൾബ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുക്കും. സൗഭാഗ്യ പദ്ധതി അത് പിണറായി വിജയന്റെ പദ്ധതിയല്ല, കേരള സർക്കാരിന്റെ പദ്ധതിയല്ല. നിങ്ങൾ 2014 മുമ്പ് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് മണ്ണെണ്ണ വിളക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വൈദ്യുതി ദീപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് മണ്ണെണ്ണ വിളക്ക് കാണാൻ സാധിക്കില്ല, വൈദ്യുത ദീപങ്ങളാണ്. 2017 ആഗസ്റ്റ് മാസം 15-ാം തീയതി ആ ചുവപ്പ് കൊട്ടയിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണ് സൗഭാഗ്യ പദ്ധതി. വീട് കൊടുത്തു, വെളിച്ചം കൊടുത്തു. പിന്നെ എന്താണ് വേണ്ടത്? വെള്ളമല്ലേ വേണ്ടത്? ജൽ ജീവൻ പദ്ധതി. കേരളത്തിന് എത്രയാണ് ടാർഗറ്റ്? 70 ലക്ഷം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന ഈ കേരളത്തില് 70 ലക്ഷം വീടുകളിൽ പൈപ്പുകളില്ല. ഏതാണ്ട് 25-30 ലക്ഷം വീടുകളിൽ മാത്രമേ പൈപ്പുകളുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ വീടുകളില് പൈപ്പുകൾ ഇടുന്നതിന് വേണ്ടിയാണ്, കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ജൽ ജീവൻ പദ്ധതി. 70 ലക്ഷത്തില് എത്രയാണ് ഇവിടെ കൊടുത്തത്? 12 ലക്ഷം. 12 ലക്ഷം മാത്രമാണ് കൊടുത്തത്. ഈ സർക്കാർ കൊടുത്തത് തടയുകയാണ്. കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തടയുകയാണ്. പാവപ്പെട്ടവന് കിട്ടേണ്ട പദ്ധതികളാണ്. അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? വീടായി, വെളിച്ചമായി, വെള്ളമായി. ഇനി എന്താണ് വേണ്ടത്? അരി വേണം. വേണ്ടേ? അരി സൗജന്യമായിട്ട് 81 കോടി ജനങ്ങൾക്കാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. പാവപ്പെട്ടവന് അന്ത്യോദയ എന്ന് പറയുന്ന ഇതിനാണ് 81 കോടി കൊടുക്കുന്നു. കേരളത്തിലോ? കേരളത്തിൽ 92 കോടി കാർഡുകളാണുള്ളത്. 92 ലക്ഷം കാർഡുകളാണുള്ളത്. 43 ലക്ഷം കാർഡുകള്. ആ കാർഡുകളിലേക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ സൗജന്യമായിട്ട് അരി കൊടുക്കുന്നു. ഈ 81 കോടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്പിന്റെ മുഴുവൻ ജനസംഖ്യ, 27 രാജ്യങ്ങളുടെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? 74 കോടി. അമേരിക്കയുടെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? 33 കോടി. അതിൽ കൂടുതൽ ജനങ്ങൾക്കാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്, വെള്ളം, വെളിച്ചം, അരി. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ദീൻദയാൽജി ചെന്നപ്പോഴ് ആ വീടിന്റെ മൂലയില് മരുന്നില്ലാതെ കിടന്ന് മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവര്, അങ്ങനെയുള്ളവരെ നരേന്ദ്രമോദി കണ്ടിട്ടുണ്ട്. 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴ് കോട്ടയത്തെ ഒരു പ്രമുഖ ചാനലിന്റെ ബ്യൂറോ ചീഫ്, ഒരു പെൺകുട്ടിയാ, യുവതിയ, അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജെപിക്കാര് എന്തെല്ലാം തള്ളാണ് തള്ളുന്നത്, ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കരുത്. ബിജെപിക്കാര് വലിയ തള്ളുന്നു. നാളെ ജനങ്ങൾ ചോദിക്കും. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവര് പറഞ്ഞു, പാവപ്പെട്ടവന് അസുഖം വന്നാല് നരേന്ദ്രമോദി 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ബിജെപിക്കാര് പറയുന്നു. ഇത് സംഭവിക്കില്ല. ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് ഇത് സംഭവിക്കാൻ പോകുന്നില്ല. കോടിക്കണക്കിന് ആൾക്കാര്, എത്രയാണ്? 130 കോടി അന്നത്തെ കണക്ക്. സാധിക്കില്ല. എത്ര വലിയ ഭരണാധികാരിയാലും സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? 2018 അതേ ചുവപ്പ് കൊട്ടയിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, പാവപ്പെട്ടവന് അവന് അസുഖം വന്നു കഴിഞ്ഞാൽ അവന് ആയുഷ്മാൻ ഭാരത്
5 ലക്ഷം രൂപ സൗജന്യമായിട്ട് ചികിത്സ. കേരളത്തിലെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ ആയുഷ്മാൻ ഭാരതം എന്ന് പറഞ്ഞു നോക്കൂ. അത് മോഡിയുടെ പദ്ധതിയാണ്, ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്. ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല. വകമാറ്റാൻ ശ്രമിക്കുന്നു. ആ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ രംഗത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും ലോകത്ത്, ഏതെങ്കിലും രാജ്യത്ത് 1.5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം സർക്കാർ ജോലി 2022 ഒക്ടോബർ മാസത്തിലാണ് പ്രഖ്യാപിച്ചത്. 10 ലക്ഷം കേന്ദ്ര സർക്കാരിന്റെ ജോലി. മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും കൊടുക്കുന്നത് പോലെ പാർട്ടിക്കാർക്ക് കൊടുക്കാനല്ല. ടെസ്റ്റ് എഴുതിയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് യോഗ്യത തെളിയിക്കുന്നവർക്ക് നിങ്ങൾ കണ്ടില്ലേ? പ്രധാനമന്ത്രി ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വിതരണം ചെയ്യുന്ന കണ്ടില്ലേ? മന്ത്രിമാർ വിതരണം ചെയ്യുന്ന കണ്ടില്ലേ? 10 ലക്ഷം ചെറുപ്പക്കാർക്ക് 1.5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം തൊഴിൽ കൊടുത്ത ഏതെങ്കിലും സർക്കാർ ഈ ലോകത്തുണ്ടോ? അത് ചോദിക്കുന്ന അവസരത്തിൽ പറയും കേരളത്തെ അവഗണിക്കുന്നു. എങ്ങനെയാണ് അവഗണിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എടുക്കണം. ബാലഗോപാലന്റെ ബജറ്റ്, അതിന്റെ 48ാമത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചിരിക്കുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ മുതൽ മുടക്ക് അത് കേന്ദ്ര സർക്കാരിന്റേതാണ്. 1,33,000 കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്ര സർക്കാരിന്റേത്. ഒറ്റ പദ്ധതിക്ക്, ദേശീയപാതയ്ക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ അറിവ്. നിങ്ങൾക്ക് നോക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. 2022-23 കേരള ബജറ്റ് ആ പാരഗ്രാഫ് 48 എന്നടിച്ചാല് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1,33,000 കോടി രൂപ കേരളത്തിലേക്ക് മൂലധന നിക്ഷേപം അതിന്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപം അത് കേന്ദ്രത്തിൻ്റെതാണ്. ഒരു കുറച്ച് പാരഗ്രാഫ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ആകെ റവന്യൂ വരുമാനം 1,37,000 കോടി രൂപ. 1,37,000 കോടി രൂപ ആകെ വരുമാനമുള്ള സംസ്ഥാനത്ത് 1,33,00,000 കോടി, 1,33,000 കോടി രൂപ മൂലധന നിക്ഷേപം. അത് റോഡിന് വേണ്ടി മാത്രം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവഗണിക്കുന്നു എന്ന് പറഞ്ഞത്? വന്ദേ ഭാരത് വേണം പറഞ്ഞില്ലേ? എല്ലാരും പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് വന്നു ആദ്യത്തെ വന്ദേ ഭാരത് അല്ലേ? ആദ്യത്തെ വന്ദേ ഭാരത് വന്നു. രണ്ടാമത് തരണമെന്ന് പറയാൻ സാധാരണ 1 വർഷം എടുക്കും. ദിവസങ്ങൾ കഴിഞ്ഞില്ല, വന്നു അടുത്ത വന്ദേ ഭാരത്. പിന്നെ ആരും ചോദിക്കാതെ 3ാമത്തത് വന്നു, 4ാമത്തത് വന്നു. ഇപ്പൊ പത്രങ്ങൾ എഴുതി ഇനി വരില്ല. വന്നു. നമ്മുടെ ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്ക് 5ാമത്തെ വന്ദേ ഭാരതം വന്നു. ഇതിനെയാണോ അവഗണന എന്ന് പറയുന്നത്? ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ അവഗണന എന്ന് പറയാൻ സാധിക്കും? ഈ നാടായ നാട് മുഴുവൻ സർക്കാർ സ്കൂളുകള് അത് പുതുക്കിപ്പണിയുന്നില്ലേ? 1000 കോടി രൂപയാണ്, ആവറേജ് 1000 കോടി രൂപയാണ് ഓരോ വർഷവും സർവശിക്ഷാ അഭിയാന്റെ ആ വകുപ്പിൽ നിന്ന് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ച്
പണിതെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത്. അവരുടെയല്ല. ഒരു നെല്ലി പൈസ ഇല്ല അവരുടെ കയ്യില്. ഒരു നയാ പൈസ അവരുടെ കയ്യിലില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. നിങ്ങൾ കേട്ടില്ലേ? എല്ലാ മെഡിക്കൽ കോളേജുകളിലും പുതിയ വാർഡുകള്, സൂപ്പർ സ്പെഷ്യാലിറ്റി 150 കോടി 250 കോടി. എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ട് ചോദിക്കൂ, അവിടുത്തെ പ്രിൻസിപ്പലിനോട് ചോദിക്കൂ, ആരുടെ പൈസയാണ്? കേന്ദ്ര സർക്കാരിന്റെ പൈസയാണ്. കേന്ദ്ര സർക്കാരിന്റെ പൈസയാണ്. എന്നിട്ടാണ് അപകടം എന്ന് പറയുന്നത്. എന്തിന്റെ അപകടം എന്നാണ് നിങ്ങൾ പറയുന്നത്? മരിയക്കുട്ടിയെ പോലെയുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി 521 കോടി രൂപ അവർ ചോദിച്ചു. എത്ര കൊടുത്തെന്നറിയാവോ? 602 കോടി രൂപ. 602 കോടി രൂപ കൊടുത്തു. ഏത് വിഭാഗത്തെ പറ്റി പറയുവാൻ നമുക്ക് സാധിക്കും? ജനങ്ങൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവന് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നിലനിൽക്കുന്നത്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കള്ളപ്രചരണം നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി നടപ്പിലാക്കുകയല്ലേ നരേന്ദ്രമോദി? BJP പറഞ്ഞ ഏതെങ്കിലും കാര്യം നടപ്പിലാക്കിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിപ്പോ ക്ഷേമ പ്രവർത്തനങ്ങൾ. ഒരു കുട്ടി ഗർഭത്തില് ജനിക്കുന്ന അവസരത്തില് അപ്പൊ തന്നെ തുടങ്ങുന്നു ആ കരുതല്. എന്താണ്? മാതൃബന്ധനം. 5000 രൂപ കൊടുക്കുന്നു പ്രസവിക്കുന്ന അവസരത്തില്. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് നമ്മുടെ അട്ടപ്പാടി കണ്ടില്ലേ? അട്ടപ്പാടിയില് നമ്മൾ ഏറ്റവും വലിയ അവകാശവാദം ഉന്നയിക്കുന്നത് ഇവിടെ ശിശുമരണമില്ല എന്നാണ്. പോഷണമില്ലാതെ ഈ സർക്കാർ വന്നതിന് ശേഷം 21 കുട്ടികൾ മരിച്ചില്ലേ? പോഷൻ പദ്ധതി, നരേന്ദ്രമോദിയുടെ കുട്ടികൾക്ക് വേണ്ടി പോഷൻ പദ്ധതി, സുകന്യ പദ്ധതി, അത് പെൺകുട്ടികൾക്ക് വേണ്ടി. അങ്ങനെ ഓരോ പദ്ധതികള് നമ്മൾ എണ്ണി എടുത്താൽ അവസാനം അടൽ പെൻഷൻ പദ്ധതി വരെയും, അതായത് ഗർഭം മുതല് പെൻഷൻ വരെയും നരേന്ദ്രമോദിയുടെ പദ്ധതികളുണ്ട്. എത്ര വർഷമായിട്ട് ഈ കർഷകർക്ക് വേണ്ടി കരയുകയായിരുന്നു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും. ഒരു പൈസ അക്കൗണ്ടിലിട്ടുകൊണ്ടു, ഒരു പൈസ അക്കൗണ്ടിലിട്ട് കൊണ്ടുപോകും ഇല്ലല്ലോ. നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും 2000 രൂപ കിട്ടുന്നില്ലേ 4 മാസം ആകുമ്പോ? പറയണ്ട. പല സഹാക്കന്മാരും കോൺഗ്രസുകാരും പറയുന്നില്ല, അവർ പറയില്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ അത് കിട്ടിയത്? എന്താ മോഡി പറയുന്നത്? ഒരു തെങ്ങായിരിക്കും ചിലപ്പോ മുറ്റത്തുള്ളത്, അതിനുവേണ്ടി നിങ്ങൾ വളം വാങ്ങിക്കും, ആ തെങ്ങിനിടും, അത്രയും ഉൽപാദനം കൂടും. പിന്നെ ഒരു പ്രക്രിയ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. വളം കൂടുതൽ വാങ്ങിക്കും, വളം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, അതിനുവേണ്ടി തൊഴിലവസരം വരും, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കും, അങ്ങനെ രാജ്യം പുരോഗമിക്കും, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദി കിസാൻ സമ്മാൻ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നു. സാധിക്കില്ല. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ? തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി നിർത്തലാക്കുക. നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ല, ഇറങ്ങൂല, ഇഷ്ടമല്ല. അന്ന് ഒരു 45 ദിവസമായിരുന്നു പണി, അല്ലേ? 41 ദിവസം. കൂലി എത്രയായിരുന്നു? 162 രൂപ, അല്ലേ? 45 ദിവസം പണി, 162 രൂപ കൂലി. ഇന്നെത്രയാണ്? 100 ദിവസം പണി, 333 രൂപ വേതനം. നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. അതുപോലെ നരേന്ദ്രമോദി ജൻധൻ പദ്ധതി പ്രഖ്യാപിച്ചു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞതാണ്, ഞാൻ പ്രസംഗിക്കുന്ന കേട്ടത് അദ്ദേഹം പറഞ്ഞത്, അന്ന് പല
പ്രതിപക്ഷ നേതാക്കന്മാരും അവരോട് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, മോഡി എന്തിനാ ഈ അക്കൗണ്ട് എടുക്കുന്നത്? ഇന്ത്യയിലെ സ്ത്രീകൾ ഏത് സംസ്ഥാനത്താണെങ്കിലും അവർ പണം സൂക്ഷിക്കുന്നത് ഒരു രീതിയിലാണ്. ഒന്നുകില് അരിക്കലത്തില്, അല്ലെങ്കിൽ തലയിണയുടെ അടിയിൽ. പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. ജൻധൻ യോജന പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞ് ആക്ഷേപിച്ചു. 3.5 കോടി വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയില് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. പാവപ്പെട്ടവന് പോകണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടുള്ള പണക്കാരെ കൂട്ടിക്കൊണ്ടു പോകണം. അയാൾ എഴുതി കൊടുക്കണം, സാക്ഷ്യപ്പെടുത്തണം, ഇയാള് ബാങ്ക് അക്കൗണ്ട് തുടരും. അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. മാത്രമല്ല 5000 രൂപ അതിന്റെ അകത്ത് ബാലൻസ് വേണമായിരുന്നു. പാവപ്പെട്ടവന് സ്വപ്നം കാണാൻ സാധിക്കില്ല. നരേന്ദ്രമോദിയുടെ പദ്ധതി സീറോ ബാലൻസ്. 45 കോടി വീടുകൾ, 45 കോടി വീടുകളിലോ അക്കൗണ്ട് ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കൈ തൊട്ടുകൊണ്ടാ പറഞ്ഞത്, ഇപ്പോഴേ ഒറ്റ ക്ലിക്കിന് 10 ലക്ഷം കോടി രൂപ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞ ഈ കണക്കുകളാണ്. നമ്മുടെ പറഞ്ഞില്ലേ, ആയുഷ്മാൻ ഭാരത്, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ പോഷൻ, മാതൃവന്ദനം, അങ്ങനെ ഓരോന്നോരോന്ന് ഒറ്റ ക്ലിക്കിന് പോകുന്നത് 10 ലക്ഷം കോടി. എങ്ങോട്ടാ പോകുന്നത്? ഈ ജൻധൻ യോജനയിലൂടെ എടുത്ത അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അല്ലെ, നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി എങ്ങനെയാ കിട്ടുന്നത്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ വരുന്നത്. കേരളത്തില് 37 ലക്ഷം ആൾക്കാർക്കാണ് കിട്ടുന്നത് കിസാൻ സമ്മാൻ നിധി. 37 ലക്ഷം ആൾക്കാർക്ക് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നു. നാളെ നിങ്ങൾ കണ്ടു കാണും, അദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിൽ പോയിരിക്കുന്നു. വളരെ പാവപ്പെട്ടവരുടെ വീടാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഒരു കപ്പ് ചായ തരുമോ എന്ന്. ഏതാ വീട്? 10 കോടി ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതില് 10 കോടിയിലെ അവസാനത്തെ ആള് ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഒരു കപ്പ് ചായ തരുമോ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഗ്യാസ് മാത്രമല്ല ഈ വീട് കിട്ടിയത്, വീട് വയറിംഗ് കൊടുത്തത്, വെളിച്ചം കിട്ടിയത്, ടാപ്പ് കിട്ടിയത് എല്ലാം മോഡിജി മുഖേനയാണ്. ഇതിനെയാണ് ഞങ്ങൾ അന്ത്യോദയ എന്ന് പറയുന്നത്. ദീൻദയാൽജി പറഞ്ഞത് നടപ്പിലാക്കുകയാണ്, പ്രായോഗികമായിട്ട് നടപ്പിലാക്കുകയാണ്. പഠിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ വാക്കുകൾ അമ്മാനമാണ്ടിക്കൊണ്ടല്ല ചെയ്യുന്നത്. മനുഷ്യന് അവൻ മനസ്സിലാകുന്ന ഭാഷയില് അവനോട് സംസാരിക്കുന്നു, അവന്റെ കാര്യങ്ങള് നടപ്പിലാക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? BJP 2 MP മാരുണ്ടായിരുന്ന അവസരത്തില് പറയുമായിരുന്നു, ഇതിവിടെ വളരാൻ പോകുന്നില്ല, ഇവിടെ ഭരിക്കാൻ പോകുന്നില്ല എന്ന് പറയുമായിരുന്നു. അവസാനം അധികാരത്തിലേറിയപ്പോൾ, കേന്ദ്രത്തിൽ അധികാരത്തിലേറിയപ്പോൾ ചോദിച്ചു, ഗോവ ഭരിക്കുമോ? നിങ്ങളുടെ ആയുസ്സില് ഗോവ നിങ്ങൾ ഭരിക്കുമോ എന്ന് ചോദിച്ചു. 2000 ആണ്ടില് ഗോവയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളോടൊക്കെ ചാനലിൽ പോയിരിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് നോർത്ത് ഈസ്റ്റിൽ അധികാരത്തിൽ വരുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ഇന്ന് NDA ആണ്, BJP ആണ്, ത്രിപുര ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് കഴിഞ്ഞ് ചോദിച്ചു, കർണാടകയിൽ വരാൻ സാധിച്ചോ? കർണാടകയിൽ അധികാരത്തിൽ വന്നു. അങ്ങനെ ഭാരതം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴ് ഒരു സംഭവമുണ്ടായി, ഇന്ത്യ അലയൻസ്. എന്താ സാധനം? ഇന്ത്യ അലയൻസ്. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നരേന്ദ്രമോദിയെ പുറത്താക്കുക. ആരാണ്? കോൺഗ്രസ്. പിന്നെ ആരാണ്? CPM, CPI, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, എല്ലാവരും ഉണ്ട്. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? ഈ പാർട്ടി വളരില്ല, ഈ പാർട്ടി ഭാരതം ഭരിക്കില്ല. അന്ന് ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങളെല്ലാം ഞങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമായിരുന്നു എന്ന്. അന്ന് അവർ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്.
നിങ്ങൾക്കെതിരെയോ? ഞങ്ങൾ ആശയം ഇട്ടിട്ടോ എന്ന് പറഞ്ഞവര് ഇന്ന് ഇന്ത്യയിൽ ഒന്നായില്ലേ? എല്ലാ ദിവസവും പറയുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. എന്താശയത്തിന്റെ അടിസ്ഥാനം? യന്ത്ര പ്രവർത്തന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. എവിടെയാണ് ആശയം? അതല്ലേ MT വാസുദേവൻ നായർ പറഞ്ഞത്? ആശയം തകർന്നു എന്ന്. അദ്ദേഹം വിപ്ലവത്തെ പറ്റിയാണ് പറഞ്ഞത്. EP ജയരാജൻ കുറച്ചു നാളായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുക പിണറായി വിജയനെ. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല, MLA സ്ഥാനം കിട്ടിയില്ല. വഴി കാണുന്ന ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുമായിരുന്നു, ഇലക്ഷൻ കാലത്ത് പറയുമായിരുന്നു എവിടെ ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നയാള് ഇപ്പൊ ട്രോളുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു അത് നരേന്ദ്രമോദിക്കെതിരെയാണ് പറഞ്ഞത്. MT വാസുദേവൻ നായർ വിപ്ലവത്തിനെതിരെയാണ് പറഞ്ഞത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദി ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ EMS പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ EMS എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗുരുവാണ്. റഷ്യയെ പറ്റിയാണ് പറഞ്ഞത്. റഷ്യയിൽ ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത്. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്? അത് പറഞ്ഞു MT വാസുദേവന്മാര് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ പോവുകയാണ്. ബംഗാളിൽ നടപ്പിലായി, അത് ത്രിപുരയിൽ നടപ്പിലായി. 1999 ഇതേ ദിവസം, വിവേകാനന്ദ ജയന്തിയുടെ ഇതേ ദിവസം ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് യുവമോർച്ചക്കാര് കൽക്കട്ടയിൽ പോയി വിവേകാനന്ദ സ്മൃതിയിൽ നിന്ന് പദയാത്ര നടത്തി. DYFIക്കാര് പ്രഖ്യാപിച്ചു ഇവിടെ നിന്ന് പറ്റില്ല, 1 കിലോമീറ്റർ അപ്പുറം നിന്ന് ഞങ്ങൾ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പോലീസുകാരോട് ചോദിച്ചു. അപ്പൊ പോലീസ് പറഞ്ഞു ഇത് ബംഗാളാണ്, സഖാവ് പറയുന്നേ നടക്കുകയുള്ളൂ, നിങ്ങൾ അപ്പുറത്ത് പോയി നടത്തിക്കോ എന്ന് പറഞ്ഞു. 2-3 വർഷം മുമ്പ് രാഹുൽ സിൻഹ എന്ന് പറയുന്ന അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു ജോർജ്, അന്ന് നമ്മളെ ഓടിക്കാൻ നിന്നവരെല്ലാം BJP ഓഫീസിൽ വന്നിരിപ്പുണ്ട്, പ്രാണം പഹിന്നിട്ട് വന്നിരിപ്പുണ്ട്, BJP ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ബംഗാളിലെ അവസ്ഥ. ത്രിപുരയിൽ വിപ്ലവദാസ് സിംഗ്, വിപ്ലവ് ദേവ് കുമാർ, അത് യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. 2015 അദ്ദേഹത്തെ ഡൽഹിയിലെ എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തിട്ട് 6 മാസമേ ആയുള്ളൂ. അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലെ അവസ്ഥ, ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, എന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും മുമ്പിൽ വെച്ച് എന്നെ ആക്രമിച്ചു. ഞാൻ മരിച്ചു എന്ന് കരുതി അവരിട്ടിട്ട് പോയി. ഞാൻ ജീവിച്ചിരിക്കുന്നു. 2015 പറഞ്ഞതാണ്. 2017 ത്രിപുരയുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതേ വിപ്ലവദേവ് കുമാറായിരുന്നു. അതാണ് മാറ്റം. ആ മാറ്റം താമസിച്ചാണെങ്കിലും ത്രിപുരയിൽ വന്നതുപോലെ ഈ കേരളത്തിൽ വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസുകാര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബി ടീമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബി ടീമായിട്ട് മാറിയിരിക്കുന്നു. ഗവർണർ ഇടുക്കിയിൽ ഗവർണർ പോയപ്പോഴ് നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് പോയപ്പോ എന്താ സംഭവിച്ചെന്നറിയാമല്ലോ. അതേ രീതിയിൽ അദ്ദേഹം ഇടുക്കിയിൽ പോയി എന്ത് പ്രഖ്യാപിച്ചു. പക്ഷെ അതിനിടയിൽ ഒരു കളി നടന്നു. കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു അറസ്റ്റും നാടകവും നടത്തി. ഗവർണറെ തോൽപ്പിക്കാൻ വേണ്ടി 2 രാഷ്ട്രീയ കക്ഷികള് ഒത്തുകളിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇത്ര വലിയ വൈരാഗ്യമാണ് എങ്കിൽ എല്ലാ ദിവസവും തന്നെ ഈ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും ഡൽഹിയിൽ ഒത്തുകൂടുന്നുണ്ടല്ലോ. അവിടെ വെച്ച് പറഞ്ഞു തീർത്തുകൂടെ? ഇത്ര സീറ്റ് കോൺഗ്രസിന്, ഇത്ര സീറ്റ് CPM-ന് നിങ്ങൾക്ക് മത്സരിച്ചുകൂടെ? കേരളത്തില് നിങ്ങൾ ഇന്ത്യ അലയൻസിന്റെ ഭാഗമല്ലേ? എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ജനങ്ങളെ തമ്മിത്തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്.
ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോഴ് അത് നമ്മൾ കണ്ടതാണ്. അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്തെ രണ്ടായിട്ട് മുറിച്ചു. ആരായിരുന്നു ഒരു ഭാഗത്ത് ജിന്ന, മറുഭാഗത്ത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു? അന്ന് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏതാനും വർഷം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അപകടമുണ്ടാകുന്നതെന്ന്. ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന്റെ 1000-ലൊന്ന് അപകടമുണ്ടായിരുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വിഭജിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തില് ആരാണെന്നറിയാമോ നേതൃത്വം കൊടുത്തത്? 2 നിരീശ്വരവാദികള്. ജിന്നയും നെഹ്റുവും നിരീശ്വരവാദികളാണെന്നാണ് പറഞ്ഞത്, പുരോഗമനവാദികളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അധികാരത്തിന് വേണ്ടി ഇന്ത്യയുടെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല. 20 ലക്ഷം ജനങ്ങള്, ഹിന്ദുവും മുസ്ലിമും മരിച്ചു വീണു. അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസുകാരന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള തമ്മിലടിപ്പിക്കലോ. പിന്നെ ഭിന്ദ്രൻവാലയെ നമ്മൾ കണ്ടു. ആ പഞ്ചാബില് ഹിന്ദുവും സിഖുകാരനും ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴ് കോൺഗ്രസിന് വളരാൻ വേണ്ടി അവിടെ സിഖ് ഭീകരവാദം അവർ വളർത്തിയെടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. 1984 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നഷ്ടപ്പെട്ടത്. ഭാരതത്തിനാണ് അടികിട്ടിയത്. ഡൽഹിയിലെ തെരുവീതികളില് 10,000-ലേറെ ആൾക്കാര് മരിച്ചു വീണു. തിലക് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, വിധവാ കോളനി. ഞാൻ മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാനായപ്പോഴോ സിഖുകാർ അവിടെ കൊണ്ടുപോയി. അവര് പറഞ്ഞത് ശരിയാണ് എങ്കിൽ 5000 സിഖ് വനിതകള്, വിധവകള്, അവർക്ക് വേണ്ടിയുള്ള വീടുകളാണ് അവിടെ പണിതു കൊടുത്തത്. 5000 സിഖ് വനിതകള്, വിധവകൾക്ക് ഞാൻ പോയി കണ്ടതാണ്. തിലക് നഗറില് പോയി കാണാൻ കോൺഗ്രസുകാർക്ക്, പോയി കാണാൻ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക്. സജ്ജൻ കുമാർ, രാജേഷ് ടൈറ്റിലർ, ജഗദീഷ് ടൈറ്റിലർ, 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. വാളുമായിട്ട് നടക്കുകയായിരുന്നു കഴുത്തിറക്കാൻ വേണ്ടി. അതാണ് കോൺഗ്രസുകാരന്റെ പാരമ്പര്യം. വീണ്ടും ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി കോൺഗ്രസുകാരൻ നിരന്തരമായിട്ട് ശ്രമിക്കുകയാണ്, കൗശലത്തോടുകൂടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ആ 1985 സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. CRPC 125 അതനുസരിച്ച് സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് ചെയ്തത്? രാജീവ് ഗാന്ധി എന്താണ് ചെയ്തത്? നിയമമുണ്ടാക്കി അതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ ഇളകി. സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിയമം ജനങ്ങൾ ഇളകി. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ ബുദ്ധിയിൽ ഒരു കാര്യം ഉദിച്ചത്. രാമജന്മഭൂമി അന്ന് ഹിന്ദു വിശ്വാസികൾ ആവശ്യപ്പെട്ടിരുന്നു നിയമപരമായിട്ട് ആ ഗേറ്റ് തുറന്നു കൊടുക്കണമെന്ന്. കാരണം 2 സമുദായങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്. നിയമപരമായിട്ട് അത് തുറന്നു കൊടുക്കണമെന്ന് ഹിന്ദു സംഘടനകള്, വിശ്വാസികള് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് രാജീവ് ഗാന്ധി ചെയ്തത്? കളക്ടറോട് പറഞ്ഞു, തുറന്നു കൊടുത്തു. പക്ഷേ ആരും ആഹ്ലാദം പ്രകടിപ്പിച്ചില്ല, ആരും പ്രതിഷേധവും പ്രകടിപ്പിച്ചില്ല. ഹിന്ദു ജനതയ്ക്കും മുസ്ലിം ജനതയ്ക്കും മനസ്സിലായി അത് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന്. കോൺഗ്രസുകാർ നോക്കിയപ്പോൾ കിട്ടിയ ഫലമുണ്ടാകുന്നില്ല, ഉദ്ദേശിച്ച ഫലമുണ്ടാകുന്നില്ല. അപ്പോഴാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസില് ഷഹാവുദ്ദീന്റെ നേതൃത്വത്തില്, കോൺഗ്രസിന്റെ ഭക്പത്തായിരുന്ന മുൻ നയതന്ത്രജ്ഞന്റെ നേതൃത്വത്തില് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. 87 റിപ്പബ്ലിക് ഡേ കരിദിനമായിട്ട് ആചരിച്ചു. കോൺഗ്രസുകാർ പിന്തുണ കൊടുത്തു. കോൺഗ്രസിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി 87 റിപ്പബ്ലിക് ഡേ അത് കരിദിനമായിട്ട് ആചരിച്ചു. എന്നിട്ടും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് കോൺഗ്രസുകാര്, മന്ത്രിമാര് 2 തലത്തിലും കൂടി
രണ്ട് സൈഡിലും കൂടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും. അപ്പോഴാണ് ലാൽ കൃഷ്ണ അദ്വാനി ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. 86 മുതൽ 89 വരെയും ഭാരതീയ ജനതാ പാർട്ടി ഒരു തീരുമാനവും എടുത്തിരുന്നില്ല. കാരണം മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, വീണ്ടും 47-നുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആ കാര്യത്തില് രണ്ട് സമുദായം കൂടി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു. 86 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ആ ഗേറ്റ് തുറന്നത്. 89 ജൂൺ മാസം 11-ാം തീയതി വരെയും പാലംപൂരിലെ ബിജെപിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ്, ഹിമാചൽ പ്രദേശിലെ നാഷണൽ എക്സിക്യൂട്ടീവ് വരെയും ബിജെപി തീരുമാനമെടുത്തില്ല. ആ ജൂൺ മാസം 11-ാം തീയതി തീരുമാനമെടുത്തു. അടൽ ബിഹാരി വാജ്പേയിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇത് ദേശീയ വിഷയമാണ്. രാമൻ ദേശീയ പുരുഷനാണ്, മര്യാദ പുരുഷോത്തമനാണ്. അതുകൊണ്ട് ദേശീയ വിഷയമായിട്ട് ഏറ്റെടുക്കുന്നു. ഒരിക്കൽ കൂടി ഈ രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കാതിരിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നലെ വരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അജണ്ട നിങ്ങൾ തീരുമാനിച്ചു. ഇന്ന് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അജണ്ട ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഈ 2024 ഈ ജനുവരി മാസം 12-ാം തീയതിയും അത് തുടരുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി കേരളത്തിലെ നിയമസഭയില് പ്രമേയം പാസാക്കി രാമജന്മഭൂമിയില് മസ്ജിദ് പണിയണമെന്ന് നിങ്ങൾക്കെടുത്ത് വായിക്കാൻ സാധിക്കും. 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി കേരളത്തിന്റെ നിയമസഭയില് പ്രമേയം പാസാക്കുന്നു, രാമജന്മഭൂമിയില് മസ്ജിദ് പണിയണമെന്ന്. ആ രാഷ്ട്രീയക്കാരാണ് ഇപ്പോഴ് ചാനലിൽ വന്നിരുന്നു കൊണ്ട് രാമനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് രാമനെ പറ്റി ഒരു വിരോധമില്ലെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ അത് വന്നാലേ നാണക്കേടുള്ളൂ. കാരണം രാമനാമം കേട്ട് കഴിഞ്ഞാൽ ചീത്ത പറയുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഈ അടുത്ത ദിവസം വരെയും രാമനാമം കേട്ട് കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരൻ ചീത്ത പറയുമായിരുന്നു, ചന്തയിലെ ചീത്ത വിളിച്ചു പറയുമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ ടിവിയിൽ വന്നിരുന്നു കൊണ്ട് വേദം, ഉപനിഷത്ത്, രാമായണം, മഹാഭാരതമെല്ലാം പറയുന്നു. കോൺഗ്രസ് ആ കമ്മ്യൂണിസ്റ്റുകാരൻ അയോധ്യയിൽ വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്, ഇന്ത്യക്ക് മുഴുവൻ നാണക്കേടാണ്. അവർ നിരീശ്വരവാദികളാണ്, ദൈവനിഷേധികളാണ്. കോൺഗ്രസുകാരോ അവരുടെ പണി അവർ അവസാനിപ്പിച്ചിട്ടില്ല. 1947 എങ്ങനെയാണോ ഇന്ത്യ വിഭജിച്ചത് അതേ രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഉപ്പ് വെച്ച കലം പോലെയായി കോൺഗ്രസ്. ഉപ്പ് വെച്ച കലം പോലെയായില്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? എന്നിട്ടും അവര് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ക്ഷേത്രം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് അവിടെ പണിയുകയാണ്. ഏറ്റവും വലിയ മസ്ജിദ് അവിടെ പണിയുകയാണ്. സൗഹാർദ്ദമാണ്. അവരിങ്ങോട്ട് വരുന്നു, ഇവരങ്ങോട്ട് പോകുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. ആ കോൺഗ്രസിന്റെ ആ ബീജത്തിൽ നിന്ന് തുടങ്ങിയ ആ വിഘടനവാദം അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അത് കഴിഞ്ഞ വിഷയമാണ്. ഇതാരാണ് തീരുമാനിച്ചത്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തില് രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തിയിട്ട് മധ്യസ്ഥന്മാരെ വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. അത് പൂർത്തീകരിക്കുകയാണ്. ഇന്ത്യൻ ജനങ്ങളുടെ ഹിതമാണ്, ഇന്ത്യൻ ജനങ്ങളുടെ ആഗ്രഹമാണ്. ക്ഷേത്രം വേണമെന്നുള്ളത്, മസ്ജിദ് വേണമെന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് അത് ഈ ഭാരതത്തിൽ വരികയാണ്. തീർച്ചയായിട്ടും അതിനെയാണ് സർവധർമ്മ സമഭാവനി എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഇനി നമുക്ക് പുരോഗതിയിലേക്കാണ് പോകേണ്ടത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഈ ഭാരതം
ലോകത്ത് 10ാം സ്ഥാനത്തായിരുന്നു. ഇന്നത് 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി ഭാരതത്തെ നയിച്ച 2029 ആകുമ്പോൾ 3ാം സ്ഥാനത്തെത്തും. 3ാം സ്ഥാനത്ത് നമ്മളെത്തും. 10ാം സ്ഥാനത്തായിരുന്നപ്പോൾ ഈ കീശയിലേക്ക് കർഷകർക്ക് കൊടുക്കാൻ ഒരു പൈസ പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു, അല്ലേ? 5ാം സ്ഥാനത്ത് വന്നപ്പോൾ 2000 ഇനി നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇപ്പോഴും 3ാം സ്ഥാനത്ത് വരുന്ന 3ാം സ്ഥാനത്തുള്ള രാജ്യത്ത് എത്രയാണ് ക്ഷേമനിധി കൊടുക്കുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം. എത്രയാണെന്ന് ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും ഈ ഭാരതത്തിൽ. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ജാതി ചിന്തയും മതചിന്തയും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസുകാർ തമ്മിലടിപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ആ ഭൂതകാലത്തെ വലിച്ചെറിഞ്ഞിട്ട്, ആ മാനസിക അവസ്ഥയെ വലിച്ചെറിഞ്ഞിട്ട് ഭാരതത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ, പാവപ്പെട്ടവന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുവാൻ, ഈ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപക്ഷെ 2047 ലോകത്തിലെ 1ാം ശക്തിയായി ഭാരതത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. CPIയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും AITC ഓട്ടോ തൊഴിലാളി യൂണിയന്റെ കൺവീനറുമായിട്ടുള്ള ശ്രീ സജീസ് മുട്ടവിള കിഴക്കൽ മാടപ്പാറ. CPI മരങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രതീഷ് കുമാർ RV കടമ്പാട്ട് പുത്തൻവീട് കാഞ്ഞിത്തടം. AITC ടിമ്പർ തൊഴിലാളി യൂണിയന്റെ കൺവീനറായിട്ടുള്ള വിളയിൽ പുത്തൻവീട് കാഞ്ഞിത്തടം പൊന്നച്ചൻ. മാത്തിക്കുട്ടി ബാബു സദനം തിരുവഴി. വിക്രമൻപിള്ള തുളസി ഭവൻ മരങ്ങാട്. SK വിജയകുമാർ ശ്രീവിലാസം മരങ്ങാട്. ശ്രീ വിജയ് ശ്രീവിലാസം മരങ്ങാട്. ശ്രീ ഗിരീഷ് കുമാർ ഗിരീഷ് ഭവൻ മരങ്ങാട്. ശ്രീ ഉണ്ണികൃഷ്ണൻ ചന്ദ്രവിലാസം മരങ്ങാട്. അംബിക സന്തോഷ് അനന്തപുരി ഇളമ്പൽ. സുബ്ബലക്ഷ്മി കരിക്കത്തിൽ കിഴക്കാതിൽ താന്നിത്തടം. ശ്രീകുട്ടി CS ഇന്ദിരാഭവൻ മരങ്ങാട്. അശ്വതി കടമ്പാട്ട് പുത്തൻവീട് താന്നിത്തടം. ശ്രീകല ചന്ദ്രവിലാസം മരങ്ങാട്. തങ്കമ്മ മാത്യു ബാബു സാൻ തിരുവഴി. ജയകുമാർ കൈപ്പള്ളിൽ വീട് തിരുവഴി. സജി ആരതി ഭവൻ ചിയോട്. ശശിധരൻ താന്നിത്തടത്തിൽ താന്നിത്തടം. ശാലു താന്നിത്തടത്തിൽ വീട് താന്നിത്തടം. അനൂപ് കൊട്ടൂർ വീട് ഇളമ്പൽ. കറിയ ഇട്ടിച്ചെറിയ സിബിൻ ഭവൻ. എബിൻ സിബിൻ ഭവൻ മരങ്ങാട്. രാജേന്ദ്രൻ രമ്യ ഭവൻ. അഞ്ജു മേരി സാബു തേക്കിൻകാട്ടിൽ വീട്. ജിഷ്ണു ചന്ദ്രവിലാസം മരങ്ങാട്. സുജിത് S മലമുകളിൽ പുത്തൻവീട്. അനീഷ് താന്നിത്തടത്തിൽ വീട്. രാജു നെല്ലിവിള. ബിജു എബ്രഹാം ആരോൺ എലിക്കോട്. സതീഷ് കുമാർ തുരുത്തിയിൽ വീട് ഇളമ്പൽ. സുന്ദരേശൻ പിള്ള അംബികാഭവൻ മരങ്ങാട്. ഉത്തമൻ ഉഷസ് മരങ്ങാട്. ചന്ദ്രശേഖരൻ പിള്ള വൈഷ്ണവം മരങ്ങാട്. ശിവപ്രസാദ് ഗോകുലം. രാജൻ കാഞ്ഞിരംപിള്ള വീട്. രാധാകൃഷ്ണപിള്ള തെങ്ങുംതറ വീട്. പ്രശോഭ് തെങ്ങുംതറ വീട്. പ്രമോദ് പ്രണവം. രതീഷ് രമ്യാഭവൻ. ശ്രീജിത്ത് മലമുകളിൽ വീട്. വിജയൻ പിള്ള വെള്ളാപ്പള്ളിയിൽ വീട്. ലുഡു കുര്യൻ കാര്യറ. വിജയകുമാർ
കരിക്കത്തിൽ കിഴക്കത്തിൽ രവി താന്തടം വീട്, മോഹനൻ താന്തടം പുത്തൻ വീട്, ബാലൻ താന്തടത്തിൽ വീട്, അനിയൻ കുഞ്ഞൻ, ശശിപിള്ള കൺമണി, സലീം സജാദ് മൻസിൽ, സന്തോഷ് ബിജു ഭവൻ, പ്രദീപ് കുമാർ മരങ്ങാട്, സനൽകുമാർ കൊച്ചുവിള വീട്, മോഹൻ ആചാരി സൗവർണിക ഇളമ്പൽ, ബൈജു തങ്കച്ചൻ. ചക്കവരിക്കൽ ഏരിയയിൽ നിന്ന് ശ്രീ ബൈജു തങ്കച്ചനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള, ദേശീയതയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും നമുക്ക് നമ്മുടെ പാർട്ടിയിലേക്ക്, ദേശീയതയിലേക്ക് ആവേശപൂർവ്വം സ്വാഗതം ചെയ്യാം. ഭാരത് മാതാ കി ജയ്, ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, വന്ദേ മാതരം, വന്ദേ മാതരം.